ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ളൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. സാധാരണ നമ്മൾ ഉണ്ണിയപ്പം തയ്യാറാക്കുമ്പോൾ റെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ വെക്കണം. അപ്പോൾ ഈ ഒരു ഉണ്ണിയപ്പത്തിന് നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. മാവ് തയ്യാറാക്കിയിട്ട് അപ്പോൾ തന്നെ നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരാഴ്ചയോളം ഇത് കേടുകൂടാതെ ഇരുന്നോളും. അപ്പോൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് അളവിൽ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പാലാണ്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് പശുവിൻ പാലാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, തേങ്ങാപ്പാലല്ല. ഇത് നമുക്ക് 1 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് അളവിലാണ് പാല് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ റവയും പാലും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കുക. മിക്സാക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റോളം അങ്ങനെ ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ റവയെല്ലാം നന്നായിട്ട് പാലിൽ കിടന്ന് ഒന്ന് കുതിർന്ന് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാനിലേക്ക് 250 ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ശർക്കര പാനി തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം തയ്യാറാക്കിയെടുക്കാനായിട്ട്. കാരണം നമ്മൾ മാവ് തയ്യാറാക്കിയെടുക്കുമ്പോൾ വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണിയപ്പം കറക്റ്റായിട്ട് വരില്ല. ഇപ്പോൾ നമ്മുടെ ശർക്കരയെല്ലാം നന്നായിട്ട് തന്നെ ഉരുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമെല്ലാം ഓഫാക്കി കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് അരിച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ റവയും പാലും കൂടി മിക്സ് ചെയ്ത് വെച്ചിരുന്നു. അത് നമുക്ക് കുറച്ചായിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര പാനി ചൂടാറി കഴിയുമ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഇതുപോലെ ഒരു ഏത്തപ്പഴമാണ്. നമ്മൾ സാധാരണ ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കുമ്പോൾ നമ്മൾ പാളയംകുടം പഴമാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. പക്ഷേ ഈ ഒരു ഉണ്ണിയപ്പത്തിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഏത്തപ്പഴമാണ്. അത്യാവശ്യം ഇതുപോലെ നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇത് നമുക്ക് തൊലി കളഞ്ഞ് കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു 6 ഏലക്ക തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തേക്കണം. അപ്പോൾ നമ്മുടെ പഴമെല്ലാം നന്നായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടാനായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാക്കൊത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു അരമുറിയുടെ പകുതിയോളം തേങ്ങയൊന്ന് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാടൊന്നും കരിഞ്ഞു പോവാതെ ഒരു ഗോൾഡൻ കളർ ആവുന്ന രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നിങ്ങളിതിലേക്ക് തേങ്ങ ഇതുപോലെ ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അതിന് പകരമായിട്ട് നമ്മൾ എന്തായാലും ഈ മാവിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാനായിട്ട് മറക്കരുത്. ഇപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ അളവിൽ എള്ളും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതിപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഏകദേശം ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ നോക്കിയിട്ട് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അളവൊക്കെ കുറവാണെങ്കിൽ മാത്രം നിങ്ങൾ ഒരു അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുത്താൽ മതിയാവും. ഇനി ഈ മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ തന്നെ നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലെല്ലാം നന്നായിട്ട് ചൂടായിട്ട് വേണം നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇപ്പോൾ എണ്ണയെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. മാവെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിമൊക്കെ ഒരു മീഡിയത്തിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് മറക്കരുത്. കാരണം നമ്മുടെ ഉണ്ണിയപ്പം അല്ലെങ്കിൽ പെട്ടെന്ന് പുറം ഭാഗമൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ പേർക്ക് തന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഒരു സൈഡെല്ലാം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ 2 സൈഡ് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ്. അപ്പോൾ അരിയൊന്നും അരയ്ക്കാതെ തന്നെ വളരെ ഈസി ആയിട്ട് റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് തന്നെയാണ്.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതുപോലെ ഒരു ലൈക്ക് തരാനായിട്ട് മടിക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വരാം. താങ്ക്